ഇപ്പോൾ കണക്ട് ആണ്. ശ്രീമതി മേരി ജോർജ്, വലിയ വരുമാനം ഖജനാവിലേക്ക് എത്തിക്കുന്ന മദ്യ വ്യവസായം, ആ വ്യവസായത്തിന് സർക്കാർ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നില്ല എന്ന് വേണം മനസ്സിലാക്കാൻ. നമ്മുടെ കണക്ക് പ്രകാരം മദ്യവിൽപ്പനയിലൂടെ മാത്രം 18,515 കോടി രൂപയാണ് കഴിഞ്ഞ സാമ്പത്തിക വർഷം ഖജനാവിലേക്ക് എത്തിയത്. പക്ഷെ അവിടെ ആ മേഖലയ്ക്ക് വേണ്ട നവീകരണമോ പുതിയ പദ്ധതികളോ ഒന്നും നടപ്പിലാകുന്നില്ല എന്നുള്ളതാണ്. അതായത് മദ്യമേഖല മദ്യവിൽപ്പന എന്ന് പറഞ്ഞാല് നമ്മുടെ തനത് വരുമാനം, അതായത് സംസ്ഥാനത്തിനകത്ത് നിന്ന് പിരിച്ചെടുക്കുന്ന വരുമാനം, അതാണ് തനത് വരുമാനം എന്ന് പറയുന്നത്. ആ തനത് വരുമാനത്തിന്റെ 25 മുതൽ 30-35% വരെ കിട്ടുന്നതാണ് ഈ പറയപ്പെട്ട മദ്യവിൽപ്പന എന്ന് പറയുന്നത്. അപ്പോ കഴിഞ്ഞ വർഷം നമ്മൾ കേട്ടു, ഈ ഇടക്കാലം കൊണ്ട് നമ്മൾ കേട്ടു, മദ്യത്തിന്റെ വിലയിലെ ഒരു ടാക്സ് കാസ്കേഡിംഗ് എന്ന ഒരു ഇമ്പാക്ട് ഉണ്ട്. അതായത് അയൽ സംസ്ഥാനങ്ങളിലെ മദ്യത്തിന്റെ വിലയും നമ്മുടെ സംസ്ഥാനത്തെ മദ്യത്തിന്റെ വിലയും തമ്മിൽ ബന്ധപ്പെട്ടിരിക്കും. അയൽ സംസ്ഥാനത്തിനേക്കാൾ വളരെ ഉയർന്ന തോതിലാണ് നമ്മുടെ സംസ്ഥാനത്തെ മദ്യത്തിന്റെ വിലയെങ്കിൽ നമ്മുടെ സംസ്ഥാനത്ത് മദ്യം വാങ്ങുന്നവർ അയൽ സംസ്ഥാനങ്ങളിലേക്ക് കയറും. അവര് അവിടെ പോയി വാങ്ങി ഇവിടെ കൊണ്ടുവന്ന് അവരുടെ തദ്ദേശവാസി, അതായത് പ്രത്യേകിച്ചും അതിർത്തി പങ്കിടുന്ന ജില്ലകളിൽ നിന്ന് അയൽ സംസ്ഥാനത്തേക്ക് ഒരു ഒഴുക്കുണ്ടാകും. ആ തരത്തിൽ നമുക്ക് ഈ പ്രാവശ്യം ഒരുപാട് ക്ഷീണം സംഭവിച്ചിട്ടുണ്ട്. കാരണം കഴിഞ്ഞ ബജറ്റിൽ ഞങ്ങളൊക്കെ പറഞ്ഞതാണ് മദ്യത്തിന്റെ വില ഇനി കൂട്ടരുത്, അത് കൂട്ടിയാൽ അത് ടാക്സ് കാസ്കേഡിങ്ങിന് ഇടവരുത്തുമെന്ന്. പക്ഷെ അത് ഗവനിക്കാതെ തന്നെയാണ് നമ്മുടെ ധനമന്ത്രി മദ്യത്തിന് വില കൂട്ടിയില്ല. അതാണ് ഏറ്റവും താഴ്ന്ന മദ്യം. അതിന് മുകളിലേക്കുള്ള മദ്യത്തിന്റെ ഒക്കെ വില കൂട്ടി. അപ്പൊ എന്ത് സംഭവിച്ചു? ഞാൻ ഈ പറഞ്ഞതുപോലെയുള്ള ടാക്സ് കാസ്കേഡിങ് നമ്മുടെ സംസ്ഥാനത്ത് കിട്ടേണ്ട നികുതിയും വരുമാനവും അടുത്ത സംസ്ഥാനത്തേക്ക് ഒഴുകിപ്പോയിട്ടുണ്ട് ഒരുപാട്. ഇത് തന്നെ ഇന്ധനത്തിന്റെ കാര്യത്തിൽ സംഭവിച്ചിട്ടുണ്ട്. അപ്പൊ അങ്ങനെ നമ്മുടെ മദ്യവരുമാനം കുറഞ്ഞു, മദ്യത്തിന്റെ വിൽപ്പന കുറഞ്ഞു. നിങ്ങൾ ഓർമ്മിക്കുന്നുണ്ടാകും, ഏകദേശം ഒരു 3-4 മാസം മുൻപ് മദ്യം ഡിസ്കൗണ്ട് ആയിട്ട് പത്രങ്ങളിൽ നിങ്ങളൊക്കെ തന്നെ ന്യൂസ് നൽകിയതാണ്. അതായത് മദ്യം പോലും ഡിസ്കൗണ്ട് സെയിൽ നടത്തേണ്ടി വരിക. എന്തുകൊണ്ടാണ് മദ്യം ഡിസ്കൗണ്ട് സെയിൽ നടത്തേണ്ടി വരിക? നമ്മുടെ ഇവിടുത്തെ സെയിൽ കുറഞ്ഞത് കൊണ്ടാണ് ഡിസ്കൗണ്ട് സെയിൽ നടത്തേണ്ടി വന്നത്. അപ്പൊ നിങ്ങൾ നിങ്ങളുടെ നിരീക്ഷണം വളരെ ശരിയാണ്. മദ്യവരുമാനം വളരെ പ്രധാനപ്പെട്ട വരുമാനമാണ് സംസ്ഥാനത്തിനെങ്കിലും ആ മദ്യത്തിന്റെ വില നിശ്ചയിക്കുന്നതില്, അതിന്റെ നികുതി നിശ്ചയിക്കുന്നതില് ഒക്കെ വലിയ പാകപ്പിഴകളുണ്ട്. തന്നെയുമല്ല, ഓർമ്മിക്കുന്നുണ്ടാകും, വില കൂടിയ മദ്യക്കുപ്പികൾ ചവറ്റുകുട്ടയിൽ കൊണ്ട് പൊട്ടിപ്പോയി അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പ്രശ്നമെന്ന് പറഞ്ഞ് ചവറ്റുകൂനയിൽ ഉപേക്ഷിച്ചിട്ട് സെയിൽസ് ഒക്കെ കഴിഞ്ഞ് ആരും നിരീക്ഷിക്കാനില്ലെന്ന് വരുമ്പോൾ ആൾക്കാർ തന്നെ അത് എടുത്തുകൊണ്ടുപോയി അതിന്റെ യഥാർത്ഥ വിലയ്ക്ക് വിറ്റ് ലാഭം കൊയ്യുന്നു. അതുപോലെ എത്ര കോടിയാണ് എന്ന് ഞാൻ ഇപ്പൊ ഓർക്കുന്നില്ല, നികുതി വെട്ടിപ്പ്. അതായത് മദ്യത്തിന്റെ എല്ലാ വരുമാനവും നേരെ കിട്ടും, നികുതി വെട്ടിപ്പില്ല എന്ന് നമ്മളൊക്കെ വിശ്വസിക്കുന്നതാണ്. പക്ഷേ കേരളത്തിൽ ഈ കഴിഞ്ഞ വർഷം CAG തന്നെ റിപ്പോർട്ട് ചെയ്തിരുന്നു നികുതി വലിയ തോതിൽ വെട്ടിക്കുന്നതായിട്ട്. അപ്പോ വസ്തുനിഷ്ഠമായിട്ട് നോക്കുകയാണെങ്കിൽ ആ വിൽപ്പനയിൽ നിന്നുള്ള വരുമാനം ഇതിലൊക്കെ ചോർച്ചയുണ്ടാകുന്നുണ്ട് വലിയ തോതിൽ. ആ ചോർച്ച നമ്മുടെ ധനപ്രതിസന്ധിയുടെ ഒരു വളരെ പ്രധാനപ്പെട്ട ആധാരശിലയായി തീരുന്നു. കാരണം മദ്യമാണ് നമ്മുടെ തനത് വരുമാനത്തിന്റെ 20% മുതൽ 30%-ഓ 35%-ഓ വരെ നൽകുന്നത്. ശരി, വ്യക്തമാണ് ശ്രീമതി മേരി ജോർജ്. വളരെയധികം നന്ദി ഞങ്ങളോട് സംസാരിച്ചതിന്. ഇപ്പോൾ ഡാൻ